ആഘോഷങ്ങളൊക്കെ കുറച്ചുകൊണ്ടാണ് തൃശൂർ പൂരം നടത്തുന്നത് എങ്കിൽ പോലും പൂരപ്പറമ്പിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. രാത്രിയിലും നല്ല തിരക്കാണ് സ്വരാജ് റൗണ്ടിൽ. അതെ, ഞാനും ഇന്ദു ഇപ്പം നിൽക്കുന്നത് എക്സിബിഷന്റെ തൊട്ടുമുന്നിലാണ്. നല്ല ജനപ്രവാഹമുണ്ട് എന്ന് പറയാം. കാരണം നമ്മൾ ഒരു വലിയൊരു സങ്കട നടുവിലാണെങ്കിൽ പോലും നമുക്ക് ഉയർത്തെഴുന്നേറ്റേ പറ്റൂ. ഈ ഒരു സാമ്പത്തിക വർഷം മുന്നോട്ട് പോകണമെങ്കിൽ കാരണം നിരവധി പേർ, കാരണം ഈ ചെറിയ ബലൂൺ കച്ചവടക്കാർ, മറ്റേ കടല കച്ചവടക്കാർ, കൈനോട്ടക്കാർക്ക്, അങ്ങനെ കുറേ പേരുടെ വരും വർഷത്തേക്കുള്ള അവരുടെ മുന്നോട്ട് പോക്കാണ് പൂരം എന്നത്, അല്ലേ? ഈ ഒന്നോ രണ്ടോ പേരുടെ അധ്വാനം അല്ല ഇത്, കുറേ ആയിരങ്ങളുടെ ജീവിതമാണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല പൂരം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. അതങ്ങനെ തന്നെ അതിൻ്റെതായ തനിമയോട് കൂടി തന്നെ കൊണ്ടുപോകും. നമുക്കിപ്പം പുറകിൽ കാണുന്ന ഒരു തിരക്കൊക്കെ കണ്ടാലറിയാം, തിരക്കിനങ്ങനെ കുറവൊന്നുമില്ല. ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കൊപ്പമുള്ള 14 പേർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. പക്ഷേ അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നമുക്കും സർക്കാരിനും ചെയ്യാൻ വേണ്ടി പറ്റണം. പക്ഷെ അതോടൊപ്പം തന്നെ പൂരം അതിന്റെ പൊലിമയോട് കൂടി തന്നെ, എന്നാൽ തന്നെ ആഡംബരമെല്ലാം കുറച്ചുകൊണ്ട് തന്നെ നടത്താൻ തീരുമാനിച്ച സർക്കാരിന്റെയും ദേവസ്വം നിലപാട് എന്തായാലും, കാരണം ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെയാണ്. നമുക്ക് എന്തായാലും കുറച്ച് അമ്മമാരെ കണ്ടേക്കാം, അല്ലേ? അമ്മേ ഓ ചാമി ഇതൊക്കെ പറയുന്നുണ്ട് അമ്മ. നാണം വന്നു അമ്മയ്ക്ക്. കടല തരുമോ? കടല. താങ്ക് യു. താങ്ക് യു. പൂരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. കാരണം ചില ആൾക്കാർക്ക് ആനപ്രേമികൾക്ക് ആനയാണ് പൂരം, ചില വ്യക്തികൾക്ക് മേളമാണ് പൂരം, അങ്ങനെ പല രീതികൾ. ചേട്ടാ നാടെവിടെയാ? ചൂണ്ടല്. ചൂണ്ടൽ തൃശ്ശൂർ ഗുരുവായൂരടുത്ത്. പിന്നെ എന്തൊക്കെ സുഖം തന്നെ? സുഖമായിരിക്കുന്നത്. പൂരമായിട്ട് എന്തൊക്കെ? പൂരമായിട്ട് എനിക്ക് ഒരു ചെറിയ സോങ് ആണ് വരുന്നത്, ഒരു സാഡ് സോങ് മാതിരി എനിക്ക് തോന്നുന്നത്. അത് രണ്ടുപേരും സാഹചര്യം കൊണ്ട് തോന്നിയതാണ്. മനസ്സിലും കണ്ണിലും സന്തോഷം നൽകുന്ന തൃശ്ശൂർ പൂരം എത്ര ഗംഭീരം, എവിടെ നിന്നോ ഓടിയെത്തുന്ന ജനങ്ങൾ കാത്തിരുന്നൊരു വെടിക്കെട്ടും ഇല്ലാതെ പോയല്ലോ. ഓർക്കുമ്പോൾ മനസ്സിൽ നൊമ്പരങ്ങൾ മാത്രം, എങ്കിലും ഞാനൊന്നു വന്നു ഈ സന്നിധാനത്തിൽ. ഇനിയും വരും നാളുകളിൽ നന്നായി നമ്മുടെ ഉത്സവം നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് എല്ലാവരും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ നമുക്ക് ഉയർത്തെഴുന്നേറ്റേ പറ്റൂ എന്നാണ് ചേട്ടനും പറയുന്നത്.